കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. കുറച്ച് ദിവസമായിട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നുമുള്ള ഡെസ്ക് മേക്ക് ഓവർ അല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കുട്ടി മേക്ക് ഓവർ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിനും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് അതിനുശേഷം ഞാൻ ഓൾറെഡി അതിൻ്റെ അകത്ത് ഒരു വാൾ സ്റ്റിക്കറായിരുന്നു ഒട്ടിച്ചായിരുന്നത് കേട്ടോ. പണ്ട് ഇവിടെ കിടന്നായിരുന്ന ഒരു ടേബിളായിരുന്നു, വുഡിൻ്റെ ടേബിളായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ക്രാച്ചസും സാധനങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ അതിൻ്റെ മുകളിൽ ഓൾറെഡി ഒരു വാൾപേപ്പർ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിസൈനുള്ള ഒരു പ്രിൻറ്റഡ് വാൾപേപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അത് റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ തന്നെ ഒട്ടിക്കുമായിരുന്നു ഇച്ചിരി കൂടി ബെറ്റർ എന്ന് എനിക്ക് അന്നേരം തോന്നി. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഗമ്മ് ഈ പശ ഭയങ്കരമായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല സാൻഡ് പേപ്പർ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വന്നേനെ. എൻ്റെ കയ്യിൽ സാൻഡ് പേപ്പർ ഉണ്ടായില്ല. എന്നിട്ട് പിന്നെ ഞാൻ സ്കെയിലൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ചിരണ്ടിയൊക്കെ കളഞ്ഞിട്ട് ക്ലിയർ ചെയ്തെടുത്തു. പിന്നെ ഒരു ഹോൾ ഉണ്ടായി, ഇങ്ങനെ കുത്തിപ്പോയായിരുന്നു. നിങ്ങളുടെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ കുത്തൽ വീണായിരുന്നു, ഒരു ചെറിയ ദ്വാരം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഫോം ക്ലേ യൂസ് ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയും ചെയ്തു. പിന്നെ ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും ടേബിൾ വൈറ്റ് കളറിലുള്ളത് കണ്ടിട്ട് എനിക്കും വൈറ്റ് കളർ ടേബിൾ വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനിപ്പോൾ പുതുതായിട്ട് വാങ്ങിയ വാൾ സ്റ്റിക്കർ വൈറ്റ് കളറിലായിരുന്നു കേട്ടോ വാങ്ങിയത്. ഞാനത് ഓൺലൈൻ ഓർഡർ കൊടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ വൈറ്റ് കളറിലുള്ള വാൾ സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഞാൻ ടോപ്പ് വേർഷൻ മാത്രമാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഞാൻ ആദ്യം ഫുള്ള് കവർ ചെയ്തെടുക്കാം എന്നാണ് വിചാരിച്ചായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ടോപ്പ് മാത്രം മതി, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ടോപ്പ് പോർഷൻ മാത്രമാണല്ലോ കാണുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ടോപ്പിൽ മാത്രമാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തത്. ജസ്റ്റ് ഒരു കാർഡ് യൂസ് ചെയ്ത് അതിനൊന്ന് ഫിനിഷ് ചെയ്തൊക്കെ എടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ വൈറ്റ് കളറിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ടേബിളിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മളതിലേക്ക് കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് ഒക്കെ വെച്ച് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തേ. അപ്പോൾ ആദ്യം ഞാൻ വെച്ചു കൊടുത്തത് നമ്മുടെ ഒരു ഡസ്റ്റ്ബിന്നാണ്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ സൈഡിലുണ്ടായിരുന്ന ഡസ്റ്റ്ബിൻ തന്നെയാണ്. അപ്പോൾ അതിനെ സൈഡിൽ തന്നെ വെച്ചു കൊടുത്തു. എനിക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വേസ്റ്റ് പെട്ടെന്ന് കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. ആ കുഞ്ഞു ഡസ്റ്റ്ബിന്നിലിടാനുള്ള വർക്കൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അന്നേരം തന്നെ അതിൻ്റെ അകത്തേക്ക് ഇടുവാണെങ്കിൽ തറയിലേക്ക് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് അങ്ങനെ വച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നീട് നമ്മൾ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാർക്കറിൻ്റെ ഒരു ഹോൾഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാർക്കർ അല്ലെങ്കിൽ പെൻ ഹോൾഡർ എങ്ങനെ വേണമെങ്കിലും പറയാം. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് മുന്നേ ഞാൻ ചെയ്തതാണ്. കാരണം എൻ്റെ കയ്യിലുള്ള മാർക്കേഴ്സ് എല്ലാം അതിൻ്റേതായ വാങ്ങിയ കവറിൽ തന്നെ എപ്പോഴും വച്ചേക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാർക്കറിൻ്റെ ഹോൾഡർ വേണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഓർഗനൈസർ പോലെ സെറ്റ് ചെയ്തെടുത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഓർഗനൈസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഫോം ബോർഡാണ് കേട്ടോ. നമ്മുടെ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സൈസാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇൻഡിവിജ്വലായിട്ട് കട്ട് ചെയ്തായിരുന്നു, പിന്നെ അല്ലാണ്ട് രണ്ടെണ്ണത്തിൻ്റെതായിട്ടൊക്കെ കട്ട് ചെയ്തായിരുന്നു. കറക്റ്റ് അളവും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്ത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്സിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ അളവും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണ്ട ഒരു സൈസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ ബ്രഷ് പെൻസും ആൽക്കഹോൾ മാർക്കേഴ്സും ആണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചത്. എന്നിട്ട് അതിനൊരു സൈഡിൽ വെച്ചു. പിന്നെ ഇത് വേറൊരു ഓർഗനൈസർ ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മുടെ പേപ്പേഴ്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഫയലിൽ ഇരിക്കുന്ന പേപ്പർ എടുക്കാനും വയ്ക്കാനൊക്കെ പാടായതുകൊണ്ട് എനിക്ക് ടേബിളിൻ്റെ സൈഡിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പേപ്പേഴ്സ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ സെറ്റ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഓർഗനൈസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോം ഷീറ്റ്സ് ഇല്ലേ, അങ്ങനത്തെ ഫോം ഷീറ്റ്സ്, അതായത് ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ്, നോർമൽ ഫോം ഷീറ്റ്സ്, അങ്ങനെയുള്ള ഫോം ഷീറ്റുകളും പിന്നെ നമ്മുടെ കളർ പേപ്പേഴ്സ് A4 സൈസിൽ ഞാൻ കളർ പേപ്പേഴ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായി. ആ കളർ പേപ്പേഴ്സും പിന്നെ നമ്മുടെ ഡ്രോയിങ് ഷീറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാമാണ് ഞാനിവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. എനിക്ക് പെട്ടെന്നൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ താഴെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫയലിൽ നിന്നോ ഈ പേപ്പർ എടുക്കുന്നതിനേക്കാളും എനിക്ക് പെട്ടെന്ന് എൻ്റെ ഈസിലി ആക്സസിബിളായിട്ട് എൻ്റെ സൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓർഗനൈസർ ചെയ്തത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോം ബോർഡ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാനത് നമ്മുടെ സെയിം പേപ്പറിൻ്റെ സൈസ് എത്രയാണോ ആ സൈസിനേക്കാളും ഒരു 1.5 സെൻറ്റിമീറ്റർ 3-4 സൈഡിലും വിട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ വിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, 3 സൈഡിൽ വിട്ടാലും മതി. ഞാൻ 4 സൈഡിലും വിട്ടായിരുന്നു. അത്രയും 4 സൈഡിലേക്കും ആ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഹൈറ്റിന്, അതിപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് ചെയ്യാം. അതായത് എന്തോരം സ്റ്റോർ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അത്രയും അതനുസരിച്ചുള്ള ഹൈറ്റ് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ
കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ആ ലെങ്ത് എത്രയാണോ നമ്മൾ എടുക്കുന്ന ആ ലെങ്ത് കറക്റ്റ് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനത്തെ 2 എണ്ണമാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഞാനിങ്ങനെ മുകളിൽ തന്നെ വയ്ക്കുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ അകത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഫോം ബോർഡ് കൂടി ചെറിയ പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ 2 എണ്ണം വെക്കണം. ഒരു സൈഡിൽ 2 എണ്ണം വെച്ച് 2 സൈഡിലും അങ്ങനെ വെക്കണം. അപ്പോൾ 4 എണ്ണം ടോട്ടൽ ചെയ്യുവാണെങ്കിൽ ഒരു ചെറിയ ഹൈറ്റിൽ നിൽക്കുകയും ചെയ്യും. നമുക്ക് അതിൻ്റെ ഇടയിൽ എടുക്കാനും വയ്ക്കാനും ഒക്കെ എളുപ്പം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ എനിക്ക് അങ്ങനെ വേണമെന്ന് തോന്നിയില്ല. ഞാൻ ഇച്ചിരി ഇങ്ങനെ മുകളിൽ തന്നെ ആ സൈഡിൽ ഒതുങ്ങിയിരിക്കാൻ പാകത്തിന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്നും വെച്ചൊന്നും കൊടുത്തില്ല. ഇതിന് ഇൻഡിവിജ്വൽ 2 എണ്ണമായിട്ട് തന്നെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചേക്കണം കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് കളർ പേപ്പറും കാര്യങ്ങളും വെച്ചു. മറ്റേതിൻ്റെ അകത്ത് ഞാൻ ദേ ഇതുപോലെ ഫോം ഷീറ്റ്സും വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസർ നമ്മൾ ആ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് ഷോ പീസുകളോ അങ്ങനെയുള്ള സാധനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഈസിലി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ പ്ലാനറുകൾ, ഡെയിലി പ്ലാനർ, മന്ത്ലി പ്ലാനർ അങ്ങനെയുള്ളത്, ഇല്ലെങ്കിൽ ജേർണലേഴ്സ് അല്ലെങ്കിൽ സ്കെച്ച് ബുക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാനൊരു ഓർഗനൈസർ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെയുള്ളത്. ഇത് നമ്മൾ ഫോം ബോർഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിനും ഇതുപോലെ 3-4 പീസസ് ആയിട്ട് കട്ട് ചെയ്തത്. നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് വേണ്ട സൈസ് അതനുസരിച്ച് ചെയ്യുമായിരിക്കും ഇച്ചിരി കൂടി എളുപ്പം കേട്ടോ. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്സിൻ്റെ സൈസൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആയി വന്നൊന്നും വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്യാവേ. ഞാനിവിടെ ഇപ്പം മിഡിലേക്കുള്ളത്, അതായത് മുകളിലും താഴെയുള്ള ഒരു സൈഡും അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കൊടുത്തതും സെയിം സൈസ് കൊടുത്തിട്ട് 2 എൻഡിലും, അതായത് 2 സൈഡിലും കൊടുത്ത പീസിന് ഇത്തിരി വലിയ സൈസും കൂടി കൊടുത്തിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ബുക്ക് ഓർഗനൈസർ, ഞാൻ പറഞ്ഞല്ലോ ബുക്ക് ഓർഗനൈസറായിട്ടും ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡ്രോയർ പോലെയും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡ്രോയർ പോലെ സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ബുക്ക് ഷെൽഫ് പോലെൻ്റെ അകത്ത് 2 തട്ടായിട്ടൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഷോ പീസ് വെക്കാൻ പാകത്തിന് 2 ഷെൽഫ്സ് പോലെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഡ്രോയർ ചെയ്തെടുത്തു. അതിപ്പോൾ എന്ത് ഹൈറ്റാണോ വേണ്ടത് അതനുസരിച്ച് ഞാൻ 4 സൈഡിലും കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു പീസും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സാറ്റൻ റിബൺ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ മുകളിൽ ഒരു ക്യാൻഡിലും, പിന്നെ ഞാനൊരു ക്ലേ വെച്ചിട്ട് മോഡൽ ചെയ്തെടുത്തതായിരുന്നു ഒരു ക്ലേ പംകിൻസ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലേ വാങ്ങിയ വീഡിയോ, അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാനത് യൂസ് ചെയ്ത് വർക്ക് ചെയ്തായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാമെന്ന്. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ട് ഷോർട്സ് ഒന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോയുടെ കൂട്ടത്തിലിടാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ക്ലേ എടുത്തിട്ടാണ് ആ പംകിൻസ് ഉണ്ടാക്കിയത്. അത് ഒരു മൾട്ടിപർപ്പസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഷോ പീസായിട്ടും വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റോറേജ്, അതായത് ഒരു മിനി സ്റ്റോറേജ്, ചെറിയ സാധനങ്ങൾ ഇട്ട് വെക്കാൻ പാകത്തിനുള്ള ഒരു സ്റ്റോറേജ് ആയിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്ലേ എടുത്ത് ജസ്റ്റ് ഒന്ന് റൗണ്ടിലായിട്ട് ഒന്ന് കുഴച്ചെടുത്തു. ശരിക്കും ഒന്ന് നല്ല സോഫ്റ്റ് ക്ലേ ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതിൻ്റെ അകത്ത് ഈ എന്താ പറയുക ചെറിയ സ്റ്റോൺസ് ഉണ്ടായിട്ടോ. ഇത് ഫിനിഷ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വിസിബിൾ ആവും. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ ഇതിനെ എന്തായാലും ഒന്ന് റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്ത് അതിന് നമുക്ക് എന്ത് ഹൈറ്റിലാണോ ഇതിൻ്റെ അടപ്പും അതുപോലെ ഭരണിയായിട്ട് വരണമല്ലോ, അതുപോലെ ഒരു ഓർഗനൈസർ പോലെ വരാൻ വേണ്ടിയിട്ട് എന്ത് ഹൈറ്റിലാണോ വേണ്ടത് അതനുസരിച്ച് ഞാൻ അതിനൊന്ന് കട്ട് ചെയ്തെടുത്തായിരുന്നു. എന്നിട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് എക്സസ് ആയിട്ടുണ്ടായിരുന്ന ക്ലേ എല്ലാം ഞാൻ റിമൂവ് ചെയ്തെടുത്തു. നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പാകത്തിനൊരു സ്പേസ് വേണമല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. പിന്നെ ക്ലേയുടെ കാർവിങ് ടൂൾസും അത് മോഡൽ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ ജസ്റ്റ് ഒരു സ്ക്യൂവേഴ്സിൻ്റെ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുത്തേട്ടോ. അങ്ങനെ ഞാൻ മുകളിലേക്കും താഴേക്കും ഉള്ളതിൻ്റെയൊക്കെ മുകളിലും താഴെയൊക്കെ ഒരു ചെറിയ ഡിസൈൻസൊക്കെ കൊടുത്ത് ഒരു പംകിൻ മോഡലിലൊക്കെ ആക്കിയെടുത്തു. പിന്നെ ഞാൻ ഇതിനൊരു ഞട്ട് ഉണ്ടാക്കിയെടുത്തു. അതായത് മീൻസ് മുകളിലൊരു തണ്ട് പോലെ നിൽക്കാൻ പാകത്തിന് അത് സെറ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് ഇച്ചിരി ഫിനിഷ് വരാൻ വേണ്ടിയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് ഒന്ന് നനച്ച് കൊടുത്തിട്ട്, ജസ്റ്റ് വെള്ളത്തിലൊക്കെ നനച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് വെച്ച് ശരിക്കും തൂത്ത് കൊടുത്തായിരുന്നു. അന്നേരം കറക്റ്റ് ആയി വന്നായിരുന്നു. ഇതുപോലെയാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ വെള്ളമൊക്കെ തൊട്ട് എത്ര പെർസെൻറ്റേജ് ക്ലിയർ ചെയ്യാൻ നോക്കുന്നോ അത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ. ഞാനപ്പോൾ ആദ്യം ബ്രഷ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ രണ്ടാമത് ഒന്നുകൂടി ബ്രഷ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ആദ്യം ഒന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുഴപ്പം എന്താണെന്ന് കണ്ടോ, ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ചെറിയ കല്ല് പോലെ ഇങ്ങനെ വിസിബിൾ ആയിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനിതൊരു 3 ദിവസം എന്തോ എടുത്തു എന്ന് തോന്നുന്നു ഒന്ന് നല്ലപോലെ ഡ്രൈ വരാൻ. കാരണം ഞാനിത് വർക്ക് ചെയ്ത സമയത്ത് നല്ല മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ ഉണങ്ങി വരാൻ ഇത്തിരി സമയം എടുത്തായിരുന്നു.
പിന്നെ ഞാൻ ഈ കളറ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബേസ് കോട്ട് കൊടുത്തത് ഒരു വൈറ്റ് കളർ പെയിൻറ് അടിച്ചു കൊടുത്ത് അതിന് ശേഷം ഞാനൊരു ഓറഞ്ച് കളർ പെയിൻറ് അടിച്ചു കൊടുത്തു. എന്നിട്ട് ഓറഞ്ച് എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ബ്രൗണും കൂടി മിക്സ് ചെയ്ത് ഒരു പംകിൻ കളറിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചത്. അങ്ങനെ ഞാനിതിന് എനിക്ക് തോന്നുന്നു 2 കോട്ട് പെയിൻറ് ഞാൻ അടിച്ചു. ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഫിനിഷിങ്ങിലേക്ക് വരാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ സെക്കൻഡ് കോട്ട് കൂടി അടിച്ചു കൊടുത്തു. ഇതായിരുന്നു കേട്ടോ ഞാൻ പെയിൻറ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലുക്ക് എന്ന് പറയണത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലോസി ഫിനിഷ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി വാർണിഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത്രയും സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളൂ കേട്ടോ. ഇത് എങ്ങനെയുണ്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ക്ലേ വെച്ച് ആദ്യമായിട്ട് മോഡൽ ചെയ്തെടുത്തതാണെന്ന് എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം വന്നിട്ടുണ്ടായി. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദേ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ മുകളിൽ ഒരു ചെറിയ ക്യാൻഡിൽ എൻ്റെ കയ്യിൽ ഇരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ബൊക്കെ നമ്മൾ ചെയ്തതാണ്. ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തതിന് അതുണ്ടായി. പിന്നെ ദേ ഈ കാണുന്ന വാൾ പോസ്റ്റേഴ്സ് ഇതാണ് കേട്ടോ അടുത്ത് നമ്മുടെ താരം എന്ന് പറയുന്നത്. വാൾ പോസ്റ്റേഴ്സ് ഞാൻ ആദ്യം വാങ്ങാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങി ചെയ്യുന്നതിനേക്കാളും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുവാണെങ്കിൽ അത് ഇച്ചിരി നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മിനിമം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വാൾപേപ്പറാണ് കേട്ടോ ഇത്. വാൾ സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ഡ്രോയിങ് ഷീറ്റാണ്. ഡ്രോയിങ് ഷീറ്റ് യൂസ് ചെയ്തു. പിന്നെ ബ്രഷ് പെൻസ്, ആൽക്കഹോൾ മാർക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ആദ്യത്തേത് ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്. ബ്രഷ് പെൻസ് യൂസ് ചെയ്ത്, അതായത് ഒരു ഓറഞ്ച് ബ്രൗൺ കളറിൻ്റെ ഇടയിൽ യെല്ലോയിഷ് ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ്സ് ഒക്കെ വരുന്ന രീതിയിലാണ് ഞാൻ വാൾ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു ഷെയ്ഡിൽ തന്നെ നമ്മുടെ ബ്രഷ് പെൻസ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു ഹേർട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. കുഞ്ഞു കുഞ്ഞു ഹേർട്ട്സാണ് ഫസ്റ്റ് നമ്മുടെ പോസ്റ്റർ ചെയ്തെടുത്തത്. രണ്ടാമത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് ആദ്യം ഞാൻ വാട്ടർ കളർ അടിച്ചു. എൻ്റെ അത്ര കളർ പോരാൻ തോന്നിയുകൊണ്ട് ഞാൻ ബ്രഷ് പെൻസ് യൂസ് ചെയ്ത് കളർ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു ഒരു ലീഫി പ്ലാന്റ് നിൽക്കുന്ന പോലത്തെയാണ് നമ്മുടെ രണ്ടാമത്തെ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തത് ഞാൻ 3 കളറ് ബ്രൗൺ ആൻഡ് യെല്ലോയിഷിൻ്റെ ഇടയിലുള്ള കളർ ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഹേർട്സ് മാത്രം ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നാലാമത്തത് ഞാനൊരു പെൺകുട്ടി തിരിഞ്ഞ് നിൽക്കുന്ന മോഡലിൽ, അതായത് ഒരു ലൈനായിട്ട് ബോഹോ പെയിൻറ്റിങ് ഒക്കെ പോലെ തന്നെ വരാൻ പാകത്തിന് ഒരു സിംഗിൾ ഡ്രോയിങ് കൊടുത്തു. എൻ്റെ സൈഡിലൊരു ലീഫും പിന്നെ കുറച്ച് കളർ ഷെയ്ഡ്സ് ഇതിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അഞ്ചാമത്തത് ജസ്റ്റ് ഒരു കോട്ടാണ് കേട്ടോ കൊടുത്തത്. ഇഫ് യു വാണ്ട് യു ക്യാൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ജസ്റ്റ് ബ്രഷ് പെൻസ് യൂസ് ചെയ്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ഇങ്ക് പെൻ യൂസ് ചെയ്ത് എഴുതി കൊടുക്കുകയും ചെയ്ത്. പിന്നെ ആറാമത് ഒരു ബോഹോ ആർട്ട് പോലെ കൊടുക്കുക ചെയ്തത്. കുറച്ച് കളർ ഷെയ്ഡ്സ് യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ആർച്ച് ഷേപ്പിൽ വരച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 2 ലീഫ് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു കോട്ട് എഴുതി കൊടുത്തു. എ ബ്യൂട്ടിഫുൾ ഡേ ബിഗൻസ് വിത്ത് എ ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി മോട്ടിവേഷണൽ സെൻറ്റൻസുകൾ എന്നൊക്കെ വേണ്ടി പറയാം. അങ്ങനത്തെ കുറച്ച് പോസ്റ്റേഴ്സാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുത്തായിരുന്നത്. പിന്നെ നമ്മൾ ഏഴാമതായിട്ട് ചെയ്തത് ഡ്രീം ബിലീവ് ആൻഡ് അച്ചീവ് എന്നും പറഞ്ഞിട്ട് ഒരു കോട്ട് എഴുതിയിട്ടുണ്ടായി. പിന്നെ അതിൻ്റെ താഴെയും നമ്മൾ ഒരു സർക്കുലർ ഷേപ്പിൽ ജസ്റ്റ് കളേഴ്സ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. പിന്നെ അടുത്തത് എട്ടാമത് നമ്മൾ എടുത്തതും ഒരു കോട്ട് പോലെ തന്നെ എഴുതിയേക്കുമായിരുന്നു. ആക്ച്വലി ഐ ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ജസ്റ്റ് നമ്മുടെ പോസ്റ്റേഴ്സിനൊക്കെ ഒരു വെറൈറ്റി വരാൻ വേണ്ടി ഞാൻ പല രീതിയിലുള്ള റൈറ്റിംഗ് ആണ് കൊടുത്തത്. ചിലത് കേഴ്സീവായിട്ട് കൊടുത്തു, ചിലത് ജസ്റ്റ് ബോൾഡായിട്ട് കൊടുത്തു, ചിലത് ബബിൾ ടൈപ്പിൽ കൊടുത്തു, അങ്ങനെയൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ ആക്ച്വലി ഐ ക്യാൻ എന്ന് എഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് കുഞ്ഞ് ഫ്ലവറൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ 9ാമത്തെ ഇതെന്ന് പറയുന്നത് ഒരു ബോയായിരുന്നു. ജസ്റ്റ് ഒരു ബോ ഇത് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനെ ഞാൻ ബ്ലാക്ക്, ബ്രൗണ് അങ്ങനെയുള്ള ഷെയ്ഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഡ്രോ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് വൈറ്റ് കളർ പെൻസ് യൂസ് ചെയ്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 10ാമത് നമ്മൾ ചെയ്തതും ഒരു കോട്ട് എഴുതാൻ പാകത്തിനാണ് ചെയ്തത്. അതും നമ്മുടെ ഈ ഒരു ബോഹോ തീമിലൊക്കെയാണ് കൊടുത്തത്. കുറച്ച് കളർ ചൂസ് ചെയ്ത് റാൻഡമായിട്ട് അതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലീഫ് പ്ലാന്റ് നിൽക്കുന്ന പോലെ വരച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 10 പോസ്റ്റേഴ്സാണ് ഞാൻ ചെയ്തെടുത്തത്. ഒരുപാട് ചെയ്യാനുള്ള സ്പേസ് എനിക്കുണ്ടായില്ല, കുറച്ച് സ്പേസ് ഉണ്ടായുള്ളൂ. അപ്പോൾ ഉള്ള സ്പേസിൽ കുറച്ച് പോസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ 10 ഞാനൊരു ചെറിയ ഹേർട്ട് ഷേപ്പിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒരു ഫെയറി ലൈറ്റും അതുപോലെ ഒരു വെയിൻസ് ഗ്രീൻ കളറാണ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു വെറൈറ്റിക്ക് എനിക്കെന്താണെന്നറിയില്ല, ഈ ഒരു കളർ തീമിലേക്ക് കൊണ്ടുവരണം ഇതിനെ എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഓറഞ്ച് യെല്ലോ ഷെയ്ഡൊക്കെ ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത്
അതും ഒന്ന് ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ പെൻ ഹോൾഡറൊക്കെ സൈഡിൽ കൂടെ വെച്ച് കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ ഈ ഡെസ്ക് മേക്ക് ഓവർ പ്ലാൻ ചെയ്തപ്പോൾ ഒരു ലാമ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റാർ ഷേപ്പിൽ ക്യൂട്ട് ലാമ്പ് വാങ്ങിയിട്ടുണ്ടായി. പിന്നെ ഞാനൊരു ചെറിയ അലാം ക്ലോക്ക് വാങ്ങി. അപ്പോൾ അതിനെയും ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മുടെ കട്ടിംഗ് മാറ്റൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു ഫ്ലവർ ബഞ്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് എന്നൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.